അടിപൊളി. ഹലോ ചേട്ടാ, ഹലോ നമസ്കാരം. അടിപൊളിയായിട്ടുണ്ട്. എന്താ പറഞ്ഞത് നിങ്ങളുടെ ഭർത്താവ് കലാകാരനല്ലെന്ന്? എന്തൊരു ഡാൻസാ, എന്താ സ്റ്റെപ്പ്. ഡാൻസ് കളിച്ചേ നിങ്ങൾ ഇപ്പൊ ഡാൻസ് കളിച്ചു വന്ന് സ്റ്റേജിലേക്ക് കയറി വരുന്ന വഴിക്ക് ആരാടെ കോഴിക്കാട്ടം കൊണ്ടേ വെച്ചേ പണ്ടാരെ കയറി ചവിട്ടി അതിന്റെ മുകളിൽ ഇത് തേച്ചിട്ട് മാറ്റിട്ട് പോണ്ടത്. അപ്പൊ ചവിട്ടി പോയതാ അല്ല നോക്ക് കമ്പനി തന്നതാ. എന്റെ കമ്പനിയോട് ഞാനാ കോഴിക്കാട്ടം ചവിട്ടി ഞാൻ ചാടിക്കോളാം. നന്നായിട്ട് പരിപാടി നടത്തുന്ന സാറാ. ഇത് നടത്തുന്ന ആളാണ് മുരളി. ഞാൻ ഇതിന്റെ ഡയറക്ടറാണ്. മനസ്സിലല്ലേ? ഹലോ ഹലോ ചിന്തനെ പറ്റി പറഞ്ഞോടുത്തേ. നിങ്ങൾക്ക് സുഖമാണോ എന്നങ്ങാണ്ട് ഇംഗ്ലീഷ് ചോദിച്ചാ? ബോസെ സുഖം. അതെയോ? ഓക്കെ. എന്താ പേര്? എന്റെ പേരോ? എന്റെ പേര് ഡൊണാൾഡ് ഡക്ക്. എന്താ സ്റ്റാൻഡേർഡ് ഉള്ള പേര് വേണം. എന്റെ പേര് നാണു എന്നല്ലേ പറഞ്ഞ പോലെ? വേണ്ട, ഡൊണാൾഡ് ഡക്ക് എന്ന് പറ. ഏതോ കാർട്ടൂണിലെ താറാവിന്റെ പേരാ. ഡൊണാൾഡ് ഡക്ക് എന്ന് പറ. ഡൊണാൾഡ് ഡക്ക് എന്ന് പറ. നാണു പറയാ. ഡൊണാൾഡ് ഡക്ക് എന്ന് പറ. ഫ്ലാറ്റ് വേണം. കിട്ടൂല പേര് പറ സർ. പേര്? എന്റെ പേര് ഡൊണാൾഡ് ഡക്ക്. പാട്ടൊക്കെ വരുന്ന കിട്ടൂല പറയട്ടെ. പേര് പറ. എന്റെ പേര് നാനു. ഓ ആ ചെറിയ കാറ്. അത് ഞാനോ? ഇത് നാനു. ഓ നാനു. ഓക്കെ. നാനുടെ ജനിച്ചത് എവിടെയാണ്? ഞാൻ കോഴിക്കോട്. അല്ല, ഏത് ഭാഗത്താണ് ജനിച്ചത്? എല്ലാ ഭാഗവും കോഴിക്കോടാ. അങ്ങനെയല്ല, കോഴിക്കോട് എവിടെയാ ജനിച്ചത്? കോഴിക്കോട് ടൗണിലാണോ? പഠിച്ചത് എവിടെയാണ്? പഠിച്ചത് UP. ഉത്തർപ്രദേശ്. വെരി ഗുഡ്. കാഞ്ഞപ്പറമ്പ് UP സ്കൂൾ കോഴിക്കോട് തന്നെയാ. നിങ്ങൾ എവിടെയാണ് ജനിച്ചത്? ഞാൻ കണ്ണൂര്. കണ്ണൂരാണ്. പഠിച്ചതൊക്കെ? പഠിച്ചത് ദുബായിൽ. സമ്മതിക്കണോ? ഡെയിലി രാവിലെ കണ്ണൂരിൽ നിന്ന് കുളിച്ച് മാറ്റി ദുബായിൽ സ്കൂളിൽ എത്തുമ്പോഴേക്ക് ബെല്ലടിക്കൂലേ? സൂപ്പർമാന്റെ ജെട്ടിയായിരിക്കും പുള്ളിക്ക്. എങ്ങനെ പോണത്? അതല്ല, ഞാൻ ജനിച്ചത് കണ്ണൂരാണെങ്കിൽ പിന്നെ പഠിച്ചതൊക്കെ ദുബായിലാണ്. അങ്ങനെയാണ്. എവിടെ പോയാലും വിളിക്കാം. ഞങ്ങള് മറ്റേ ഫ്ലാറ്റിന്റെ പരിപാടി. ഞാനും ഡോളും ഉണ്ട്. ആടോ പറയിപ്പിക്കാം അവിടെ വന്നിട്ട്. സിനിമയിലൊക്കെ അവസരം ഉണ്ട് പോലും. മൂപ്പര് ഡയറക്ടറോ ഒരു കുള്ള താടിയൊക്കെ വെച്ചിട്ട്. സിനിമയുടെ പേരോ? സിനിമയുടെ പേരെന്തേലും? അന്തിക്ക് പൂക്കുന്ന ചെമ്മാനം. ചന്തിക്ക് തേക്കുന്ന കുമ്മായം. അന്തിക്ക് പൂക്കുന്ന ചെമ്മാനം. ചന്തിക്ക് ഞാൻ പറഞ്ഞ തെറ്റി നിങ്ങൾ പറഞ്ഞു. ഞാൻ അവർക്ക് കൂപ്പർക്ക് കൊടുക്കേ. നമസ്കാരം, ഞാൻ ഈ സിനിമയുടെ ഡയറക്ടറാണ്. എന്റെ സിനിമയുടെ പേര് ചന്തിക്ക് തേക്കുന്ന കട്ടാക്കി. ഇതാണോ എന്റെ പ്രശ്നം? കട്ടാക്കിയാണ്. അയ്യോ, എന്തെന്നാണ് ഇങ്ങോട്ട്. ഏതായാലും നിങ്ങളെ ഞാൻ ഓക്കെ ആക്കി. അപ്പൊ എനിക്ക് നിങ്ങളുടെ ഭാര്യയെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യണം. ഓളെ ചെയ്യുമ്പോ ശ്രദ്ധിക്കണം. എന്താ? പണ്ട് ഞാനൊന്ന് ചെയ്ത് കുടുങ്ങിപ്പോയതാ. ശ്രദ്ധിച്ചാൽ മതി, വലിയ കുഴപ്പമൊന്നുമില്ല. എന്താ പറഞ്ഞേ? ഒന്നുമില്ല. ഹലോ. എന്താ പേര്? ആഞ്ചലിന ഫെർണാണ്ടസ് ഡിക്രൂസ് പെരേര. സുമേ. എന്താ ഏട്ടാ? ഈ പറഞ്ഞ ആന്റണി അലിൻ ജോസ് പെരേരൊക്കെ എനിക്ക് അവസാനം വരെ പറയാൻ കഴിയും. വെള്ള പറഞ്ഞാ പോരെ. ഏട്ടാ അവളെ പേര് കത്തിരിപ്പറമ്പിൽ സുമ. പരദൂഷണ സുമ എന്ന് പറഞ്ഞാൽ എവിടുന്ന് കൈപൊക്കി കാട്ടും. പരദൂഷണ സുമേ ഏട്ടാ. കറക്റ്റാ. ഓക്കെ, സുമ മേഡം. ഓക്കെ, അതാ പേര് പറഞ്ഞു. എനിക്ക് നിങ്ങളുടെ കാരിയർ ഒന്ന് കാണണം. എന്നാന്ന്? കാരിയർ ഒന്ന് കാണണം. ധൈര്യം ഉണ്ടെങ്കിൽ ഇവിടെ കാണിക്കടി. 35 കൊല്ലായിട്ട് ഞാൻ കണ്ടില്ല. എല്ലാ സഹോദരി, ഇങ്ങനെ കാരിയർ കാണിച്ചിട്ടാണ് പല നടിമാരൊക്കെ ഉന്നതിയിലെത്തിയത്. അവർക്കൊന്നും നാണമില്ല. പക്ഷെ ഞാൻ എങ്ങനെയാണോ? ഒന്ന് കാരിയർ കാണിക്കൂ. ഇത്ര ആൾക്കാരിക്കുമ്പോഴോ? കാണിക്കൂ പ്ലീസ്. അല്ല ഏട്ടാ, കാണിച്ചോട്ടെ. കാണിക്കൂ സഹോദരി. അത് പറഞ്ഞപ്പോ നോക്കി പോടാ. അതിന്റെ ഇടയിൽ കൂടെ നോക്കുക അയാൾ. എന്റെ കാലിബർ കാണാൻ വന്നേക്കോ. ആ മൊബൈലൊക്കെ എടുത്ത് പിടിക്കുന്ന അയാള്. സഹോദരി കാരിയർ കാണിക്കൂ. ഒരു കാര്യം ചോദിച്ചോട്ടെ? സാർ ഉദ്ദേശിച്ചത് മലയാളത്തിലൊന്ന് പറയാൻ പറ്റുമോ? ഈശ്വര, ഇതാവരുതേ. എടി, നിങ്ങളുടെ കഴിവ് കാണിക്കാൻ.
പോലെ കഴിവല്ലേ. ഒരു ഞാനേ എന്റെ തൊട്ടിൽ കിടക്കുന്ന 2 വയസ്സുള്ള കുട്ടിയുണ്ട് ഇളയത്. അതിനെ താരാട്ട് പാട്ടി ഉറക്കുന്ന ഒരു പാട്ട് ഞാൻ പാടാം. നല്ലത്. കാരണം വെച്ചാല് ഒരു മാതൃസ്നേഹമാണ്. 2 മാസം പ്രായമുള്ള കുട്ടി തൊട്ടിൽ കിടക്കുമ്പോൾ പാടുന്ന പാട്ട്. ആ പാട്ട് വേണ്ട, അത് പാടട്ടെ. പാടണ്ട. കുട്ടി ഓർക്കുന്ന പാട്ടല്ലേ, നല്ല പാട്ടാണ്. വേണ്ട, പാടട്ടെ. പാടി ഞാൻ. സുസു പാടൂ. പ്രിയ സദസ്, എന്റെ തൊട്ടിൽ കിടക്കുന്ന 2 വയസ്സിലെ കുട്ടി താരാട്ട് പാടി ഉറക്കുന്ന ഒരു പാട്ടാണ് ഞാൻ പാടുന്നത്. ശ്രുതി പിടിച്ചതാ. പനി പിടിക്കാണ്ട് നോക്കണം കേട്ടോ. കാർമുകിൽ വർണ്ണന്റെ സ്കുണ്ടിൽ ചേരുമോട കുഴലിന്റെ സ്കുള്ളിൽ വീണുറങ്ങുന്നൊരു സ്ത്രീരാഗമേ പുൽകിയുണർത്താൻ മറന്നു കണ്ണൻ. അതെ, 2 മാസമുള്ള തൊട്ടിൽ കിടക്കുന്ന കുട്ടിയില്ലേ, ആ കുട്ടീൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? 2 മാസേ പ്രായമുള്ളൂ. എണീറ്റ് ഓടാൻ കഴിവില്ലാത്തതിന്റെ കൂടെ അവിടെ കടന്ന് അനുഭവിക്കുക. ബാക്കി ഉണ്ടേനു കേട്ടോ. മതി മതി, ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഫാമിലി നമ്മുടെ പരിപാടി പറ്റൂല. നിങ്ങൾ പൊക്കോ പൊക്കോ പൊക്കോ. പറ്റുമെന്ന് നോക്ക്. പറ്റിച്ചു. അങ്ങനത്തെ ടോണൊന്നും ഞാൻ ഇതുവരെ കണ്ടില്ലല്ലോ. സാഹചര്യത്തിന്റെ സമ്മർദ്ദം കേട്ടാ. ഈ വല്ലാണ്ട് കളിക്കുന്നുണ്ടോ? ഓക്കെ നിൽക്കാം. ഓക്കെ, ഒരു സിറ്റുവേഷൻ തരാം. അതായത് ഈ സിറ്റുവേഷനിൽ നിങ്ങൾ വില്ലനാണ്. ഞാൻ നായകനാവാന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നേ. നിങ്ങൾ വില്ലനെങ്കിൽ വില്ലൻ അതങ്ങ് ആവേട്ടാ. നമ്മുടെ മോഹൻലാൽ പോലും വില്ലനായിട്ടില്ല പിന്നെ നായകനായത്. അപ്പൊ നിങ്ങൾ ആദ്യം വില്ലൻ. ആവാം. അപ്പൊ ശ്രദ്ധിച്ചു കേൾക്കുക. അതായത് ഒരു നായകനും നായികയും കാറിൽ ചീറിപ്പാഞ്ഞു വരികയാണ്. ചീറിപ്പാഞ്ഞു വരുന്ന കാറിന് മുന്നിൽ വില്ലനായ നിങ്ങൾ എടുത്ത് ചാടുന്നു. തുടക്കത്തിൽ ഇവിടെ കൊന്നാണ് അല്ലേ? എന്നെ വളരെ സമ്മതിക്കരുത്. തുടക്കത്തിൽ കാരണം മുന്നിൽ ഞാൻ ചാടാൻ ചാവൂലോ. അങ്ങനെയല്ല ഒരു എൻട്രി. നിങ്ങൾ വരുമ്പോൾ നല്ലൊരു പഞ്ച് മ്യൂസിക് ചാടുന്നില്ല. ഞാനാണ് മെയിൻ. അതായത് നായികയും നായകനും വെളുത്ത കാറിൽ ചീറിപ്പാഞ്ഞു വരുമ്പോൾ ആ കാറിന്റെ മുകളിൽ എടുത്ത് ചാടുന്നു. അവിടെ എഴുന്നേൽക്കുന്നു, ചിരിക്കുന്നു. ഡയലോഗ്: ഞാൻ ഗോദണ്ഡരണ്ട പാണിറെഡ്ഡി. ഞാൻ ഗോദണ്ഡ പാണിറെഡ്ഡി. ഞാൻ ഗോദണ്ഡ പാണിറെഡ്ഡി. ഓടിയാലോ? ചവിട്ടി കൂട്ടിന് എനിക്ക് ഫ്ലാറ്റ് വേണം. ആ പറഞ്ഞ സാധനം അങ്ങ് പറഞ്ഞോ ചെല്ലേ. മനസ്സിലായില്ലേ? അതായത് കാമുകയും കാമുകനും കൂടി കാറിൽ ചീറിപ്പാഞ്ഞു വരുന്നു. അതാ പ്രശ്നം. അല്ല, അതെ, സ്പീഡിൽ വരുന്നു. കാറിന് മുന്നിൽ നിങ്ങൾ എടുത്ത് ചാടുന്നു, എഴുന്നേൽക്കുന്നു, പൊട്ടിച്ചിരിക്കുന്നു. ഡയലോഗ്: ഞാൻ ഗോദണ്ഡ പാണിറെഡ്ഡി. ഞാൻ റെഡിയാട്ടോ. ചേട്ടൻ വരുന്നുണ്ടോ? അല്ല, പക്ഷിസംഘനൊക്കെ ഉണ്ട്. എവിടെ? കോതമംഗലം. ഗോദണ്ഡ പാണിറെഡ്ഡി. പറ പറ. ആദ്യം കിട്ടിയില്ലല്ലേ? ഇനി കിട്ടൂലേ? റെഡി റെഡി. അങ്ങനെ കാമുകയും കാമുകനും കാർ സ്പീഡിൽ വരുന്നു. വില്ലനായി നിങ്ങൾ എടുത്ത് ചാടുന്നു, എഴുന്നേൽക്കുന്നു, പൊട്ടിച്ചിരിക്കുന്നു. ഡയലോഗ്: ഞാൻ ഗോദണ്ഡ പാണിറെഡ്ഡി. എന്തെന്നാണെന്ന് പറയുന്നത്? ശരി 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 ശരിയല്ല. ഇത് ശരിയാ. നിങ്ങൾ ശരിയാവില്ല, ശരിയാവില്ല. നിങ്ങൾ പൊക്കോ പൊക്കോ പൊക്കോ. പറ്റുമെന്ന് നോക്ക്. നോക്കി നോക്കി കുഴപ്പമില്ല കുഴപ്പമില്ല. ഒരു കാര്യം ചെയ്യാം, വേറെന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം. ഞാൻ സിറ്റുവേഷൻ തരാം. അതായത് ഒരു പാർക്ക് നമ്മുടെ ഒരു കടൽത്തീരം.